ഇന്ന് ഒരു ഫാമിലി ഡേ ആണ് കേട്ടോ. സോ ഒരുപാട് നാൾക്ക് ശേഷമാണ് ഞങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ചൊന്ന് പുറത്തോട്ട് പോകുന്നത്. ഇന്നത്തെ പ്രത്യേകത എന്ന് പറയുന്നത് അപ്പച്ചനും അമ്മാമ്മയും പതിവില്ലാതെ ഞങ്ങളുടെ കൂടെ കൂടി. കൊച്ചി ലുലുവില് പണ്ടെപ്പോഴോ പോയിട്ടുണ്ടെങ്കിലും അപ്പച്ചൻ ഇതുവരെ ട്രിവാൻഡ്രം ലുലുവില് വന്നിട്ടില്ല. പിന്നെ അമ്മാമ്മയുടെ കാര്യം പറയുവാണെങ്കിൽ അമ്മമ്മ വീട്ടിൽ നിന്ന് പുറത്തു പോലും അങ്ങനെ ഇറങ്ങാറേ ഇല്ല. ഇന്ന് അത്രയും നിർബന്ധിച്ചുകൊണ്ട് മാത്രമാണ് കേട്ടോ വയ്യാഞ്ഞിട്ടും ഞങ്ങളുടെ കൂടെ വന്നത്. പിന്നെ ലുലു ഒന്ന് കാണണം എന്നുള്ളൊരു ആഗ്രഹം ഉള്ളതുകൊണ്ട് തന്നെ വരാനുള്ളൊരു ഇഷ്ടം രണ്ടാൾക്കും ഉണ്ടായിരുന്നു. കൊച്ചിലെ അമ്മ ജോലിക്ക് പോകുമ്പോൾ ഉറക്കം ഒഴിച്ചിരുന്ന് ഞങ്ങൾ രണ്ടാളെയും നോക്കിയത് അപ്പച്ചനും അമ്മാമ്മയാണ്. അതുകൊണ്ട് തന്നെ കൊച്ചിലെ തൊട്ട് ഞങ്ങൾക്ക് രണ്ടാൾക്കും അപ്പച്ചനോടും അമ്മാമ്മയോടും ഒരു പ്രത്യേക ഇഷ്ടം കൂടുതലുണ്ട്. അമ്മാമ്മനെ ഞങ്ങൾ ഇടയ്ക്കൊക്കെ അമ്മ തന്നെയാണ് വിളിക്കുന്നത്, കാരണം ഞങ്ങളുടെ സ്വന്തം അമ്മേനെ പോലെ തന്നെയാണ്. ഞാൻ എന്റെ വീട്ടിലായിരുന്നപ്പോൾ ഏറ്റവും കൂടുതൽ അടി ഉണ്ടാക്കുന്നതും അമ്മാമ്മയോട് തന്നെയാണ് കേട്ടോ. അമ്മാമ്മ പണ്ട് ഹൗസ് വൈഫ് തന്നെയാണ്. അപ്പച്ചൻ ലയോള സ്കൂളിലെ അറ്റൻഡർ ആയിരുന്നു. സോ കുറച്ചു വർഷമായി റിട്ടയർ ആയിട്ട്. അപ്പച്ചനാണെങ്കിൽ വീട്ടിൽ വെറുതെ ഇരിക്കാറേ ഇല്ല, എന്തെങ്കിലുമൊക്കെ ജോലി എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കണം. കുഞ്ഞു പിള്ളേരെക്കാട്ടിലും കഷ്ടമാണ് എന്റെ അനിയത്തിയുടെ കാര്യം. എവിടെ പാവ കണ്ടാലും അത് ജസ്റ്റ് ഒന്ന് എടുത്തു നോക്കിയില്ലെങ്കിൽ പുള്ളിക്കാരിക്ക് ഉറക്കം വരില്ല. എന്റെ അനിയത്തി പാലക്കാടാണ് പഠിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചുണ്ടാവുന്നത് വളരെ റെയർ ആയിട്ടേ ഉള്ളൂ. അങ്ങനെ ലുലു ഒക്കെ കണ്ടിട്ട് നേരെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഹലൈസിൽ വന്നു. ഞങ്ങൾ ബിജോയിനെയും കൂട്ടിയിട്ടാണ് കേട്ടോ പോയത്. സോ അവന്റെ കോപ്രായങ്ങളാണ് നിങ്ങൾ ഈ കാണുന്നത്. വേറൊന്നുമില്ല, വെറുതെ ഇരിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്യണമല്ലോ, രണ്ടടിയുടെ കുറവ്, അത്ര തന്നെ. എല്ലാവരും വല്ലപ്പോഴാണ് കേട്ടോ പുറത്തുനിന്ന് കഴിക്കുന്നത്, എസ്പെഷ്യലി എന്റെ അപ്പച്ചനും അമ്മാമ്മയും. എന്റെ വീട്ടിലെല്ലാവരും 10 മണിക്ക് ഉറങ്ങിയിരിക്കും. ബട്ട് ഇന്ന് ഏകദേശം 11 മണിയായി ഞങ്ങൾ വീട്ടിലെത്തിയപ്പോൾ തന്നെ. കുറെ നാൾക്ക് ശേഷം ഒരുമിച്ച് പുറത്തോട്ടൊക്കെ ഒരു ഫാമിലി ടൈം സ്പെൻഡ് ചെയ്തപ്പോൾ എല്ലാവരും ഒരുപാട് ഹാപ്പിയായി.